ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. സത്യമോളെ വീടിനകത്തും വീടിന് പുറത്തും എല്ലാം അന്വേഷിച്ചിട്ടും കണ്ടില്ല. ശാരദാമ്മയും ശാലിനിയും പപ്പിമോളും എല്ലാം സത്യേന്ന് വിളിച്ച് അവിടെല്ലാം ഓടി നടന്ന് നോക്കുവാണ്. ശാരദാമ്മ ശാലിനിയോട് ചോദിക്കുന്നുണ്ട്, മോളെ നീ തല്ലിയത് കൊണ്ട് ഇനി പിണങ്ങി എങ്ങോട്ടെങ്കിലും പോയതാണോ? വലിയ വാശിക്കാരിയല്ലേ, ദേഷ്യത്തിലെങ്ങാനും ഇനി ഇറങ്ങി വല്ലയിടത്തോട്ടും പോയിട്ടുണ്ടോ? അച്ഛന്മാരും എന്നും പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുവല്ലായിരുന്നോ? ഇനി അച്ഛനെ കാണാത്ത സങ്കടം കൊണ്ട് ഇനി വല്ലടോ ഇറങ്ങിപ്പോയതാണോ? പപ്പിമോൾ ഉടനെ പറയുക, എങ്കിൽ സത്യ അമ്പലത്തിൽ തന്നെ കാണും. അതെന്താ മോളെ? ഞാൻ സത്യ ഫോൺ ചെയ്തപ്പോൾ സത്യ പറഞ്ഞിരുന്നു, ഭഗവാൻ പറഞ്ഞിട്ടാ സത്യ അച്ഛനെ കാത്തിരിക്കുന്നതെന്ന്. ഇനി എന്താ അച്ഛൻ വരാത്തതെന്ന് ഭഗവാനോട് തന്നെ ചോദിക്കാൻ ഇനി അമ്പലത്തിലെങ്ങാനും പോയതാണെങ്കിലോ? ഉടനെ ശാലിനി പറയുക, അതിന് സാധ്യതയുണ്ടമ്മേ, എന്നാൽ ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ പപ്പിമോള് പറയുന്നു, ഞാനും വരുന്നു ചേച്ചിയമ്മ എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ അമ്പലത്തിൽ പോവുകയാണ്. ഈ സമയത്ത് സത്യമോൾ ഭഗവാന്റെ മുന്നിൽ നിന്ന് പറയുവാണ്, ഞാൻ ഭഗവാനോട് മിണ്ടില്ല, ഞാൻ വഴക്കാണ്. അച്ഛൻ വരുമെന്ന് കരുതി ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു വെച്ചതെന്ന് ഭഗവാൻ അറിയുമോ? ഭഗവാൻ എന്നെ പറ്റിക്കുമായിരുന്നല്ലേ. ഞാനൊരു പാവമല്ലേ, അച്ഛനെ കാണാനുള്ള കൊതി കൊണ്ടല്ലേ. എന്തിനാ എന്നെ ഇങ്ങനെ പറ്റിക്കുന്നത്? അച്ഛൻ എന്താ എന്നെ കാണാൻ വരാത്തതെന്ന് ചോദിച്ചിട്ട് എൻ്റെ അമ്മയും മറുപടി പറയില്ല, ശാരദാമ്മയും മറുപടി പറയില്ല. സ്കൂളിലെ കുട്ടികളെല്ലാം എന്നെ അച്ഛനില്ലാത്ത കുട്ടിയാണെന്നും പറഞ്ഞ് കളിയാക്കുന്നത് ഭഗവാൻ കേട്ടില്ലേ? ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചതല്ലേ. എന്താ ഭഗവാനെ എൻ്റെ സങ്കടം കാണാത്തത്? എൻ്റെ കൂട്ടുകാരെല്ലാം എവിടെ പോയാലും അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ്. ഞാനാണെങ്കിൽ എൻ്റെ അമ്മയുടെ കൂടെ മാത്രമാണ് പോകുന്നത്. എനിക്കും ഉണ്ട് ആഗ്രഹം ഭഗവാനെ, എൻ്റെ അച്ഛനോടൊപ്പം ബൈക്കിൽ പോകണമെന്നും അച്ഛനോടൊപ്പം അമ്പലത്തിൽ പോകണമെന്നും എല്ലാം. എന്തുകൊണ്ടാണ് ഭഗവാനെ എൻ്റെ ആഗ്രഹം മാത്രം ഭഗവാൻ സാധിച്ചു തരാത്തത്? എൻ്റെ അച്ഛൻ എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി ഞാനിനി എന്ത് ചെയ്യണം? അത് ഭഗവാൻ തന്നെ പറ. ഞാനിനി എന്ത് വഴിപാടാണ് ഇവിടെ ചെയ്യേണ്ടത്? ഓം നമ ശിവായ എന്നുള്ള മന്ത്രം ചൊല്ലി ഞാനിവിടെ ഇരിക്കാൻ പോവുക എന്നും പറഞ്ഞ് സത്യമോൾ ഓം നമ ശിവായ എന്നും പറഞ്ഞ് എൻ്റെ പൊന്നുമോൾ അവിടെ ഇരുന്നിങ്ങനെ നാമം ജപിക്കുവാണ്. ശാലിനിയും പപ്പിമോളും വന്ന് സത്യമോളെ കാണുന്നുണ്ട്. ശാലിനി ഓടി വന്ന് സത്യമോളോട് ചോദിക്കുന്നു, സത്യമോളെ നീ എന്തായി കാണിച്ചത്? നിന്നെ അവിടെ എല്ലാം കാണാഞ്ഞ് ഞങ്ങൾ എത്രത്തോളം വിഷമിച്ചെന്നറിയാവോ? അമ്മേ, അച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ അമ്മേ. അച്ഛൻ വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാ അമ്മേ. എൻ്റെ പൊന്നുമോളെ, നീ എവിടോട്ടെങ്കിലും പോകുമ്പം പറഞ്ഞിട്ട് പോകണമെന്ന് അമ്മ പറഞ്ഞിട്ടുള്ളതല്ലേ. എൻ്റെ അച്ഛൻ വരുമെന്ന് ഭഗവാൻ എനിക്ക് ഉറപ്പ് തന്നതാ പപ്പി, പക്ഷേ എൻ്റെ അച്ഛൻ വന്നില്ല. സത്യെ, നീ സങ്കടപ്പെടാതെ, ഭഗവാൻ നിന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല എന്നൊക്കെ പപ്പിമോള് സത്യയോട് പറയുവാണ്. ശാലിനി സത്യമോളെ എഴുന്നേൽപ്പിക്കാൻ നോക്കുവാണ് അവിടുന്ന്. എൻ്റെ മോളെ വാ, വീട്ടിൽ പോകാം. ഇല്ലമ്മേ, ഞാൻ വരില്ല. ഓം നമ ശിവായ എന്ന് 108 പ്രാവശ്യം മന്ത്രം ചെല്ലണം. എങ്കിൽ മാത്രമേ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം ഭഗവാൻ സാധിച്ചു തരത്തുള്ളൂ. മോളെ, മതി പ്രാർത്ഥിച്ചത്, നമുക്കിപ്പോൾ വീട്ടിൽ പോകാം. ഇല്ലമ്മേ, ഞാൻ വരില്ല എന്നിങ്ങനെ സത്യമോൾ വാശി പിടിക്കുവാണ്. ശാലിനി സത്യമോളെ ഇങ്ങനെ എഴുന്നേൽപ്പിക്കാൻ നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ ദേഹത്തുനിന്ന് ഭയങ്കര ചൂട്. അയ്യോ, എൻ്റെ മോളെ ചുട്ടുപൊള്ളുന്ന പോലെ ഉണ്ടല്ലോ, പനിയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ പറയുമ്പോഴേക്കും ശാലിനിയുടെ ദേഹത്തോട്ട് സത്യമോൾ അങ്ങ് ബോധം കെട്ട് വീഴുവാണ്. സത്യമോളെയും കൊണ്ട് പപ്പിയും ശാലിനിയും കൂടെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അവിടെ ഡോക്ടർ വന്ന് സത്യമോളെ പരിശോധിക്കുവാണ്. പൾസ് വളരെ വീക്കാണല്ലോ മോടത്, മോൾ ഉറങ്ങാറില്ലേ? മോൾക്ക് വളരെ ക്ഷീണമുണ്ടല്ലോ, മാനസികമായി എന്തോ ടെൻഷൻ അനുഭവപ്പെട്ട പോലെ തോന്നുന്നുണ്ടല്ലോ എന്നിങ്ങനെ ഡോക്ടർ ശാലിനിയോട് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് സത്യമോൾ ആ മയക്കത്തിൽ കിടന്നുകൊണ്ട് അച്ഛാന്ന് വിളിക്കുന്നു. അത് ഡോക്ടർ കണ്ടിട്ട് ശാലിനിയോട് ചോദിക്കുന്നു, കുഞ്ഞിൻ്റെ മനസ്സിനെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെയോ സംഭവങ്ങൾ ആ വീട്ടിൽ നടന്നിരിക്കുന്നു, അതാണ് കുഞ്ഞിങ്ങനെ പിച്ചും പെയ്യും പറയുന്നത്. സത്യമോള് വീണ്ടും എനിക്ക് എൻ്റെ അച്ഛനെ കാണണം അച്ഛാ എന്നിങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഡോക്ടർ ചോദിക്കുന്നു, കുട്ടിയുടെ അച്ഛൻ ഇവിടെ സ്ഥലത്തില്ലേ? ശാലിനി ഒരു പരുങ്ങലോടെ ഇവിടെ ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. പപ്പി ഏതാണെന്ന് ഡോക്ടർ ശാലിനിയോട് ചോദിക്കുമ്പോൾ ഇതെൻ്റെ അനിയത്തിയുടെ മകളാണെന്ന് ശാലിനി പറയുന്നുണ്ട്. അപ്പോൾ ശാലിനിയോട് ഡോക്ടർ പറയുന്നു, പുറത്തോട്ട് വരൂ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നും പറഞ്ഞ് പുറത്തോട്ട് കൊണ്ടുപോയി സംസാരിക്കുകയാണ്. ഡോക്ടർ ശാലിനിയോട് ചോദിക്കുവാണ്, ഹസ്ബൻഡുമായി നിങ്ങളിപ്പോൾ നല്ല ബന്ധത്തിലല്ലേ? ശാലിനി അല്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, കുട്ടിയെ കാണുകയോ കുട്ടിയോട് നല്ല സ്നേഹത്തിൽ പെരുമാറുകയോ അദ്ദേഹം ചെയ്യുന്നുണ്ടോ? അത് ഡോക്ടർ, അദ്ദേഹത്തിന് അറിയില്ല സത്യമോൾ അദ്ദേഹത്തിൻ്റെ മകളാണെന്ന്. നിങ്ങളുടെ ഫാമിലി മാറ്ററൊന്നും ഞാൻ ചോദിച്ചറിയുന്നില്ല. പക്ഷേ അതെന്തു തന്നെ ആയാലും ബാധിച്ചിരിക്കുന്ന കുട്ടിയെ തന്നെയാണ്.
അവളുടെ ആ കുഞ്ഞു മനസ്സിൽ അച്ഛൻ എന്ന സങ്കല്പം വളരെ സ്വാധീനിച്ചിരിക്കുകയാണ്. ഈ നിലയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോയി പ്രോത്സാഹിപ്പിക്കാവുന്ന ഒരു കാര്യമല്ല. ഇത് വളരെ അപകടം നിറഞ്ഞ ഒരു കാര്യമാണ്. ഇത് മുളയിലേ നുള്ളിയില്ലെങ്കിൽ ആ കുഞ്ഞു മനസ്സിൻ്റെ മാനസിക നില തന്നെ തെറ്റാൻ സാധ്യതയുണ്ട്. അയ്യോ ഡോക്ടർ എന്താ ഇപ്പോൾ പറഞ്ഞു വരുന്നത്? എത്രയും പെട്ടെന്ന് കുട്ടിയുടെ അച്ഛൻ്റെ സാമീപ്യം അറിയിക്കുക. അതിപ്പം നിങ്ങൾ തങ്ങളിൽ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അത് ഗവനിക്കേ വേണ്ട. കുഞ്ഞിൻ്റെ മുന്നോട്ടുള്ള ലൈഫ് മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് കുഞ്ഞിനെയും അച്ഛനെയും തമ്മിൽ ഒന്നിച്ചിടപഴകാനുള്ള അവസരം ഉണ്ടാക്കണം. എത്രയും പെട്ടെന്ന് ഇത് ചെയ്യണം. അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ മനസ്സ് എന്നേക്കുമായി കുഞ്ഞിൽ നിന്നും നഷ്ടപ്പെടും. നമ്മളുടെ മനസ്സ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നതിൻ്റെ ഉദാഹരണമാണ് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്. പിന്നീട് അത് തിരുത്താനാവാത്ത രീതിയിൽ നമ്മളെ പിടിമുറുക്കും. അവൾ ആഗ്രഹിക്കുന്ന പോലെ ലൈഫ് അവൾക്ക് കൊടുക്കുക, അത് മാത്രമാണ് ഈ അവസ്ഥയ്ക്കുള്ള ഒരു മരുന്ന് എന്നൊക്കെ ഡോക്ടർ ശാലിനിയോട് പറയുവാണ്. ശാലിനി അതെല്ലാം കേട്ടിങ്ങനെ വിഷമിച്ചിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഇപ്പോൾ ഈ കുട്ടിയുടെ ശരീരത്തിനേറ്റ അസുഖത്തിന് എനിക്ക് ചികിത്സിക്കാൻ പറ്റും, പക്ഷേ ആ കുഞ്ഞിൻ്റെ മനസ്സിനേറ്റ അസുഖത്തിന് ചികിത്സിക്കണമെങ്കിൽ അവളുടെ അച്ഛൻ അവളുടെ മുന്നിലേക്ക് വന്നേ പറ്റൂ. എന്നിട്ട് അവൾ ആഗ്രഹിക്കുന്ന പോലെ അവളുടെ അച്ഛനൊരു കൂട്ടുകാരനെ പോലെ അവളോട് പെരുമാറണം. നമ്മളെല്ലാവരും ജീവിക്കുന്നത് നമ്മുടെ മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ? ആ സന്തോഷം നഷ്ടപ്പെടുത്തിയിട്ട് പിന്നെ എന്ത് നേടിയിട്ട് എന്ത് കാര്യം? കുട്ടിയുടെ അച്ഛൻ ഈ സ്ഥലത്ത് തന്നെ ഉണ്ടോ? എങ്കിൽ ഞാൻ സംസാരിക്കാം. കുട്ടിയുടെ ഈ അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ പറയുന്നതിൻ്റെ ഗൗരവം ശാലിനിക്ക് മനസ്സിലാകുന്നുണ്ടോ? ഉണ്ട് മാഡം, ഞാൻ എത്രയും പെട്ടെന്ന് ഇതിനൊരു സൊല്യൂഷൻ കാണുന്നതാണ്. സൊല്യൂഷൻ കാണുന്നത് കുട്ടിക്ക് അനുയോജ്യമായ രീതിക്കായിരിക്കണം. എല്ലാ പിണക്കങ്ങളും മറന്ന് കുട്ടിക്ക് വേണ്ടി സന്തോഷത്തോടെ ജീവിക്കണം. എങ്കിൽ മാത്രമേ നമുക്കിതിൽ നിന്ന് റിസൾട്ട് കിട്ടത്തുള്ളൂ എന്നും പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോവുകയാണ്. പക്ഷേ വീണ്ടും സത്യമോൾ അച്ഛാ എന്ന് വിളിച്ചു. അച്ഛാ എപ്പോൾ വരും? എന്താ അച്ഛാ എന്നെ കാണാൻ വരാത്തത്? സത്യമോളെ അച്ഛൻ ഇഷ്ടമല്ലയോ എന്നൊക്കെ കുഞ്ഞിങ്ങനെ ഉറക്കത്തിൽ പറഞ്ഞുകൊണ്ട് കിടക്കുവാണ്. ഇതെല്ലാം കണ്ട് ശാലിനി എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ സമയത്ത് പപ്പിമോളെ കാണാൻ ശ്യാമയും സത്യാമ്മയും ഇങ്ങനെ ഓടി നടക്കുക. കുട്ടി എങ്ങോട്ടാ പോയെന്ന് നീ കണ്ടില്ലേ ശ്യാമേ എന്ന് സത്യാമ്മ ചോദിക്കുമ്പോൾ, ഞാൻ അവളെ ഇവിടെ എല്ലാം നോക്കുവാണ് സത്യാമ്മേ. ക്ഷേത്രത്തിനടുത്തുള്ള ഒരു വീട്ടിലെ കുട്ടിയായിട്ട് അവളെ എപ്പോഴും വർത്തമാനമൊക്കെ പറയും. ചിലപ്പോൾ അങ്ങോട്ട് പോയതായിരിക്കും. രോഹിത് അങ്ങോട്ട് പോയിട്ടുണ്ട് സത്യാമ്മേ അവളെ അന്വേഷിച്ചിട്ട്. ആകെ ഒരു കുട്ടിയല്ലേ ഉള്ളു, അതിനെ നിങ്ങൾക്ക് നേരെ ചൊവ്വേ നോക്കാൻ വയ്യാന്ന് വെച്ചാൽ വല്ലാത്ത കഷ്ടം തന്നെയാ. കൊച്ചിനെ നോക്കാതെ നിനക്ക് പിന്നെ ഇവിടെ എന്താ പണി? സത്യാമ്മേ, രോഹിത് ഇപ്പോൾ അവിടെ നിന്ന് വിളിച്ചോണ്ട് വരും. അവിടെ കൊച്ചുണ്ടെന്നുള്ള ഉറപ്പ് നിനക്ക് എന്താ ഉള്ളത്? കൊച്ചവിടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോഴകത്തുനിന്ന് രാഘവേട്ടൻ, പപ്പിമോള് വന്നോ ശ്യാമേ, നിങ്ങൾ എന്താ അവിടെ നോക്കി നിൽക്കുന്നത്? എളുപ്പം പോയി കൊച്ചിനെ അന്വേഷിക്കുക എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അവരെങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പം പപ്പി അങ്ങോട്ട് വരികയാണ്. എടി നീ എവിടെ പോയതാണെന്ന് സത്യഭാമ ദേഷിച്ച് ചോദിക്കുകയാണ്. അത് സത്യാമ്മ, ഞാൻ അമ്പലത്തിൽ പോയതാ. സത്യാമ്മ നോക്ക്, എൻ്റെ നെറ്റിയിൽ ചന്ദനം കിടക്കുന്ന കണ്ടില്ലേ? ഇനി മേലാൽ ഇവിടുന്ന് ഒറ്റയ്ക്ക് നീ എങ്ങോട്ടും ഇറങ്ങിപ്പോയേക്കരുത്. അമ്പലമാകട്ടെ പള്ളിയാട്ടെ എങ്ങോട്ടെങ്കിലും നീ പോയിട്ടുണ്ടെങ്കിൽ. എന്തിനാ പപ്പിമോളെ നീ ഞങ്ങളെ ഇങ്ങനെ തീ തീറ്റുന്നത്? നിന്നെ കാണാൻ എത്രത്തോളം സങ്കടപ്പെട്ടെന്ന് നിനക്കറിയാവോ എന്നിങ്ങനെ ശ്യാമ ചോദിക്കുമ്പോൾ പപ്പിമോള് പറയാ, ഇനി പറയാതെ എങ്ങോട്ടും പോകില്ലമ്മേ. എന്നിട്ടാ കുട്ടിക്കുറുമ്പി സത്യാമ്മയോട് പറയുക, സത്യാമ്മ ഞാനിനി സത്യം ചെയ്തു തരണോ? ആ വേണ്ട, ശരി ശ്യാമേ, അകത്ത് കൊണ്ട് കുഞ്ഞിന് വല്ലതും കഴിക്കാൻ കൊടുക്ക് എന്നും പറഞ്ഞ് സത്യഭാമി അങ്ങ് പോവുകയാണ്. ശ്യാമയ്ക്ക് നല്ല സംശയമുണ്ട് പപ്പി പറഞ്ഞത് കളവാണെന്ന്. എടി അവിടെ നിൽക്കടി, നീ സത്യം പറ. നീ ഈ ചന്ദനത്തിൻ്റെ കാര്യം പറഞ്ഞു തന്നെ കള്ളവല്ലേ? നീ എവിടാ പോയത്? നീ എന്നോട് സത്യം പറഞ്ഞോണം എന്നിങ്ങനെ ശ്യാമ ചോദിക്കുമ്പോൾ പപ്പിമോള് പറയുവാണ്, അതമ്മേ, സത്യയെ കാണാൻ സത്യയുടെ വീട്ടിൽ പോയതാ. സത്യ അവിടെ അച്ഛനെ കാണണം പറഞ്ഞ വാശി പിടിച്ച് അവിടെ കരയുവാ. ഭക്ഷണം ഒന്നും കഴിക്കില്ലമ്മേ. അച്ഛൻ എപ്പോൾ വരും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് അവൾ ആരോടും പറയാതെ അമ്പലത്തിലോട്ട് പോയി. എന്നിട്ട് അവൾ അവിടെ തളർന്നു വീണ്. അയ്യോ, എന്നിട്ട് എന്തായി മോളെ? എന്നിട്ട് ഞാനും ചേച്ചിയമ്മയും കൂടെ സത്യയെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതാ ഞാൻ താമസിച്ചു പോയത് വരാൻ. പപ്പിമോള് ശ്യാമയോട് പറഞ്ഞതെല്ലാം സത്യഭാമ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. സത്യഭാമ പറയുവാൻ, അമ്പടി ഭയങ്കരി, നീ കാണുന്ന പോലൊന്നും അല്ല, നീ ചെറിയ വിത്തൊന്നും അല്ലല്ലോ. ആ ശാലിനിയുടെയും ശ്യാമയുടെയും തന്ത്രങ്ങൾ മുഴുക്ക കിട്ടിയിട്ടുണ്ട്. എങ്ങനെ കിട്ടാതിരിക്കും? ആ ശാരദാമ്മയുടെ കൊച്ചുമോളല്ലേ. ഇതിലും വലിയ തന്ത്രങ്ങൾ കാണിച്ചില്ലെങ്കിലേ ഉള്ളു അത്ഭുതമുള്ളൂ. ശ്യാമ പപ്പിമോളോട് ചോദിക്കുന്നു, മോളെ ഇപ്പൊ സത്യമൊക്കെ എങ്ങനെയുണ്ട്? അത് അച്ഛനെ കാണിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. സത്യയ്ക്ക് അവളുടെ അച്ഛനെ കാണാത്തതിലുള്ള സങ്കടമാണെന്ന്.
അത് മാറണമെങ്കിൽ അച്ഛൻ മരണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എൻ്റെ ഈശ്വര, എൻ്റെ കുഞ്ഞേച്ചി ഇതെല്ലാം സഹിക്കുന്നത് എനിക്ക് വേണ്ടിയാണല്ലോ. ഈ കടങ്ങളൊക്കെ ഞാൻ എങ്ങനെ വീട്ടു എൻ്റെ ഭഗവാനെ. സത്യഭാമ അവിടെ നിന്നുകൊണ്ട് മനസ്സിൽ പറയുകയാണ്, സത്യയുടെ അച്ഛൻ വരട്ടെ, അപ്പോഴേ എൻ്റെ സംശയങ്ങൾക്കൊരു ഉത്തരം കിട്ടത്തുള്ളൂ. സത്യമോളെ ഡിസ്ചാർജ് ആക്കി വീട്ടിൽ കൊണ്ടുവന്നിട്ടും സത്യമോളെ വീണ്ടും പിച്ചുമ്പേയി പറയാണ്, എനിക്ക് എൻ്റെ അച്ഛനെ കാണണം, അച്ഛൻ എന്താ വരാത്തത്, അച്ഛൻ എന്നെ ഇഷ്ടമല്ലേ എന്നൊക്കെ വീണ്ടും കുഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട് ശാലിനി അങ്ങ് സങ്കടപ്പെടുവാണ്. ശാരദാമ്മ ശാലിനിയോട് ചോദിക്കുന്നു, എന്താണ് ഇതിനൊരു പരിഹാരം, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഈ നിലയിൽ ഇങ്ങനെ തുടർന്നാൽ ഇവളുടെ മനസ്സ് കൈവിട്ടു പോവുകയുള്ളൂ. അതുതന്നെയാണമ്മേ അവിടെ ഡോക്ടറും സംസാരിച്ചത്. സത്യയുടെ അച്ഛനെ എത്രയും പെട്ടെന്ന് സത്യയെ കാണിക്കണമെന്ന്, അതല്ലാതെ മറ്റൊരു പരിഹാരവും ഇല്ലെന്നാണ് ഡോക്ടർ സംസാരിച്ചത്. മോളെ, വിഷ്ണുവിനെ കൊണ്ടുവന്ന് കാണിച്ചാലോ? വിഷ്ണുവിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ പോരെ? വിഷ്ണു കേൾക്കും മോളെ. നിന്റെ ഈ അവസ്ഥയും സത്യമോളുടെ ഈ അവസ്ഥയും രക്ഷിക്കാൻ പറ്റുന്ന ഒരാൾക്കേ കഴിയൂ. അമ്മേ, സത്യയ്ക്ക് മുന്നിൽ വിഷ്ണുവേട്ടനെ കൊണ്ടുവന്ന അച്ഛനാണെന്ന് നമുക്ക് കാണിക്കാൻ പറ്റും. പക്ഷേ ഇതൊന്നും സത്യാമ്മയ്ക്ക് മുന്നിൽ കാണിക്കാൻ പറ്റില്ല. സത്യാമ്മ ഇതൊന്നും വിശ്വസിക്കുകയില്ല. എന്നോടുള്ള താല്പര്യം കൊണ്ട് വിഷ്ണുവേട്ടന് ഇതെല്ലാം ഏറ്റു പറയുന്നതാണെന്നേ സത്യാമ്മ പറയത്തുള്ളൂ. അച്ഛൻ എന്താ വരാത്തത്? അച്ഛൻ വന്നിട്ട് നമുക്ക് ഒരുപാട് സ്ഥലത്ത് പോകാനുള്ളതാ എന്നിങ്ങനെ സത്യമോള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോക്കി ശാലിനിയും ശാരദാമ്മയും എന്ത് ചെയ്യണമെന്നറിയാതെ നെഞ്ചത്ത് കൈ വെച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് കരയുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ശാലിനി വിഷ്ണുവിനോട് സത്യമകളാണെന്ന് പറയുമോ എന്നത് അടുത്ത വീഡിയോയിൽ പറയാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.